വിജയ് ഞങ്ങൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളെ മനസ്സിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ ഞങ്ങൾ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിരുന്നല്ലേ, എന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കണം. ഞാൻ തന്നെ എന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഈ എല്ലാവരും മുന്നിന്നും. പോരെ, ഇത്ര ഈ അവസരത്തിലേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വലിയച്ഛൻ്റെ വീട്ടിലും കുഞ്ഞേച്ചിൻ്റെ വീട്ടിലും പോയി, അതായത് ചെങ്ങര ചേളാരി. അപ്പോൾ നമ്മൾ എത്തി നിൽക്കണ എവിടെയാണ്? രണ്ടാമത്തെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ, പുല്ലാര. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി വെക്കാം. ഫ്രണ്ട്സ്, ചേച്ചി അവിടെ ഉണ്ട് കേട്ടോ, അടിച്ചുവരുണ്ട്. ആരൊക്കെ ഉണ്ട്, അംഗസംഖ്യ കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വീടതാണ്. ആരത്? ആരൊക്കെ പോയി നിൽക്കണേ? അമ്മേ, അമ്പാടി എന്നാ വന്നേ എല്ലാരും? എന്താ ഇത്? മുത്തുണ്ട്, ഉണ്ണിയുണ്ട് അല്ലേ? അല്ല, അമ്മയുടെ നിങ്ങളാണ് നമ്മളെ താരം. ഇതാണ് മുണ്ടി, ഇതല്ല മുണ്ടുണ്ട്. ഐ ലവ് യു. ഇതിന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടാ. ഒന്ന് പറയണ്ട, എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുള്ളൂ. നല്ല ചൂടുള്ള ചായ ആണോ ഇവിടെ? അപ്പൊ ഞങ്ങള് വന്നെന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചെറുതായിട്ട് നമുക്ക് വരുമാനങ്ങളൊക്കെ തന്ന്. അപ്പം നമ്മൾ ആദ്യം മുതൽ നമ്മളെ പിന്നെ വീഡിയോക്ക് നമ്മൾ തുടക്കം കുറിച്ച ആൾക്കാർ നമ്മളെ യൂട്യൂബ് ചാനലിനെ എങ്ങനെയൊക്കെ തുടങ്ങണം, എന്തൊക്കെ പേരിടണം, ആങ്കർ ആവണം, അങ്ങനെയൊക്കെ തീരുമാനിച്ച കുറച്ച് ആൾക്കാരാണ് നമ്മളെ ഫാമിലിത്തെ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞാൻ നേരത്തെ വലിയ ചേച്ചിൻ്റെ അടുത്ത് പോയി. അപ്പോൾ രണ്ടാമത് ചെറിയ ചേച്ചിൻ്റെ അടുത്തേക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അല്ല, ആദ്യം നമ്മൾ അങ്ങ് കീശ്ശേരി വീട്ടിൽ പോയി. തറവാട്ടിൽ നിന്നല്ലേ നമ്മൾ ഫസ്റ്റ് തുടങ്ങണ്ടേ? കൊണ്ടുവന്ന ചെറിയൊരു മധുരം. അമ്പാടി അല്ല, നമ്മളെ കുട്ടനെവിടെ? കുട്ടൻ. ആ ഫ്രണ്ട്സ്, ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മളെ കുട്ടൻ്റെ വീടാണ് കേട്ടോ. പിന്നെ വീട് പറഞ്ഞത് ഇവരെ സ്വന്തം വീടല്ല, വാടക വീടാണ്. ഇവർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായിട്ട് പുരോഗമിച്ച് വേഗം തന്നെ വീട് പണിയൊക്കെ നന്നാക്കി എടുത്ത് നമുക്ക് ആ വീട്ടിൽ പോയിട്ട് അതും കൂടി കാണണം. മണിക്കുട്ടി വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ മണിക്കുട്ടിയെ. എന്താണ് മണിക്കുട്ടിയെ? നമ്മളെ മണിക്കുട്ടിയാണ് കേട്ടോ, കുട്ടൻ്റെ ചെറിയ പെങ്ങള്. ആ പിന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. മുത്തുവാൻ, ഇത് കുട്ടൻ്റെ വലിയ പെങ്ങളാണ്. പേര് പറഞ്ഞുകൊടുക്ക്. പേര് വിപുല. കല്യാണം കഴിച്ച് പറഞ്ഞുകൊടുക്ക്. കല്യാണം കഴിച്ചത് മോങ്ങത്തേക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതെ. ഉണ്ണിമോൾ അങ്ങോട്ട് വാങ്ങുന്ന അങ്ങോട്ട് ഇറങ്ങിക്കോ നമുക്ക്. അപ്പൊ ഇത് ഉണ്ണിമോള്, ഞങ്ങൾ ഉണ്ണിമോളെന്നാ വിളിക്കുക. കുട്ടന്റെ രണ്ടാമത്തെ പെങ്ങളാണ്. പേരൊക്കെ പറഞ്ഞു. ഇവര് പേരുകളൊക്കെ നല്ല അടിപൊളി പേരാട്ടോ. കൃഷ്ണിമ, വിപുല, വണ്ടൂരിക്ക്. എന്റെ ഹസ്ബൻഡ് എവിടെ? അയാൾക്ക് കൂടി വന്നൂടെന്നില്ലേ? അല്ല പിന്നെ അത് ശരി. അപ്പൊ ആർക്കൊക്കെ കിട്ടാനുള്ള ഇന്ന് കുഞ്ഞേ ഇത് ഈ കുട്ടീനെ കുറിച്ചൊക്കെ ഒരു കാര്യം പറയാണ്ട്. നമ്മളെ ഭയങ്കര ആരാധിക്കുകയാണ് കേട്ടോ. ഓൾക്ക് നമ്മളെ പിന്നെ ഫുഡ് വീഡിയോയിൽ നിൽക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നമ്മളേതെങ്കിലും അതെ ഓളെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് വീഡിയോ ചെയ്യണം. നമ്മൾ ഭയങ്കര കൊതിച്ചിപ്പാരാണ് നമ്മളെ സുന്ദരി കുട്ടി. പിന്നെ അനു എന്താ അന്തം വിട്ടിക്കണേ? ഞങ്ങളെ കണ്ടോണ്ടൊന്നും ഞങ്ങളാണ് ഇപ്പം അന്തം വിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കാണാൻ കഴിയും. ഞങ്ങളൊക്കെ അങ്ങോട്ട് വരണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഹരിവാ, ഇങ്ങോട്ട് വാ. ഇത് ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാണ്ട്. ഇത് ഞങ്ങൾ പതിവാണ് കേട്ടോ. അപ്പൊ ഇതാരറിയോ? കുട്ടന്റെ വൈഫാണ് ഹരി. ഞാൻ അവിടെ ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും സർപ്രൈസ് ഞങ്ങൾക്ക് ഉണ്ടോ? കുട്ടനെ വിളിച്ചേക്ക്. എവിടേക്കാ പോയത്? അതെ, ഇതാണ് കുട്ടന്റെ മകൻ. ഇവന്റെ പേര് പറയാൻ ഒരു ഭയങ്കര ഇടങ്ങേറ പേരാണ്. എന്നാലും ഞാൻ പറഞ്ഞ അനികേത്. അനികേത് പിപി. എന്നെ പിടിച്ചോളി, ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോകാതെ കിട്ടും. ചീരുള്ളി മീഡിയ. ഓ താങ്ക് യു ഡിയർ. ഇതിലെന്താ അറിയില്ലേ? തുറന്നോക്കട്ടെ. ഇതെങ്ങനെ പൊട്ടിക്കുന്നേ? ഇങ്ങനെ തുറന്നു. അമ്മേ ദൈവമേ, എന്ത് ഭംഗിയാണ് കാണാന്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ കുഞ്ഞെ. ഈ എത്രാം ക്ലാസ്സിലെ പഠിക്കണൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത നമ്മളെ വ്യൂവേഴ്സിന്. 7ാം ക്ലാസ്സിൽ. അവളെ പേരെന്താ അറിയാം? ഞങ്ങൾ താമരക്കുട്ടി എന്നാട്ടോ വിളിക്കുക. ശിവദ എന്നാണ് പേര്. പിന്നെ കുട്ടി പട്ടാളങ്ങൾ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. പേര് വഞ്ഞാണി. ഓ ഭയങ്കര പേര്. ഇതാരാണ്? ഇത് നാണംകുണിയാണ് കേട്ടോ. പാവാണ്, ഉണ്ണിമോളെ പോലെ തന്നെയാണ്. പേര് വഞ്ഞാണി. ലച്ചു. ശരിക്കുള്ള പേരെന്തേന്നു? അയ്യോ അടിപൊളി പേര്. ഈ പേരാരട്ടെ?
ഓള് പറയട്ടെ ഈ പേര് ഞാനാട്ടോ സെലക്ട് ചെയ്ത് അടിപൊളി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കുട്ടം വന്നാൽ ഞങ്ങൾക്ക് വേഗം പോകണം. അവിടെ നിൽക്കടാ, അവിടെ നിൽക്ക് ചേച്ചി ഒരു ലഡു എന്നാണ് കുട്ട വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് കുട്ട ദാ വരുന്നത്. അവിടെ നിൽക്ക്. എങ്ങിട്ടാ പോണേ? എന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ല, നേരത്തെ ഇറങ്ങി പോയപ്പോ പറഞ്ഞല്ലേ ഇച്ചോട് വരുന്നു. എന്നോട് പറയാൻ കേട്ടൂടെ? ഇതുവരെ എവിടെ സ്ഥലം? എന്നോട് ഞാൻ പറഞ്ഞു എന്തായിട്ട് നിങ്ങൾ വരുമ്പോ അങ്ങോട്ട് വരുണ്ടോ എന്നോട് പറഞ്ഞു. വീഡിയോ എടുത്തോട്ടെ ചേട്ടനെ. അങ്ങനത്തെ ഞങ്ങൾ എടുക്കണേ സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കാണ്. വാണെങ്കിൽ ഇറങ്ങി വന്നോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരാൻ പറ്റൂല. എന്നോട് ഞാൻ ഇവിടുന്ന് നേരത്തെ പോയപ്പോ പറഞ്ഞു ജയിലിൽ ഇതിൽ ചങ്ങായിമാരോടേക്ക് പോവല്ലോ, വേഗം ഇങ്ങോട്ട് വന്നാളാ വേണ്ട വന്നാളോ ഞാൻ പറഞ്ഞതല്ലേ. എന്ത് കഥ നല്ല ഇത്ര എന്നെ വിളിച്ചു ഈ പരിപാടിക്ക്. എന്ത് സർപ്രൈസ്? ഉള്ളിക്ക് പോലെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും, നമുക്ക് സംസാരിക്കാം. അങ്ങോട്ട് വരും. എന്ത് സർപ്രൈസ്? ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതല്ല, ഞാൻ ഈ ചാനലിന് വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്താ പിന്നെ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാത്ത? അങ്ങനെ സംസാരിച്ചങ്ങാണ്ട് നമ്മള് സർപ്രൈസ് വീഡിയോ എടുക്കാൻ പാടണ്ട കുട്ടാ. എന്താ സംസാരിക്കുക? അതല്ല സർപ്രൈസിന്റെ കാര്യമല്ലല്ലോ. എന്താ ഇതിന് പിന്നെ അതിനെ വിളിച്ചിട്ട് വെറുതെ കാര്യം പറഞ്ഞോടെ നിങ്ങൾക്ക് എന്ത് പറയണ്ട? എന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയല്ലോ, ഒരു കാര്യം സംസാരിക്കലല്ലോ. ഈ കാര്യം എന്നോട് സംസാരിക്കാൻ പാടില്ല, കാരണം അത് നമ്മള് സർപ്രൈസ് ആയിട്ട് വരുന്നതാണ്. ആരും സംസാരിക്കാൻ പാടില്ല. ഇതിലൊക്കെ ഞാൻ ഇതിലുള്ള അത് ഓഫാക്കത് ഇജ് കുട്ടാ. ഇത് ഞാൻ പറഞ്ഞേ കേക്ക്. നമുക്ക് സംസാരിക്കാം. നമുക്ക് നമ്മള് വീഡിയോ ചെയ്യല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. നിങ്ങൾ ഇനി വീഡിയോ എടുത്തോളൂ. ഇത് ഈ പരിപാടിക്ക് ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല. പല പല പരിപാടികളും പ്ലാൻ ചെയ്ത് ഈ വീഡിയോന്റെ കാര്യം ഇത് പല വീഡിയോസിന്റെ കാര്യങ്ങളുടെ അടുത്ത് പറയില്ല നിങ്ങള്. അതൊന്നും പറയാൻ പാടുണ്ടോ കുട്ടാ? നമ്മളൊക്കെ ഓരോ ഒഴിവുണ്ടാകുമ്പോ ഓരോ വീഡിയോ ചെയ്യല്ലേ. ഇവിടെ എന്താ 2 ആഴ്ച മുന്നേ ഇവിടെ മിനിയൂട്ടിക്ക് ഒരു പരിപാടിക്ക് പോയില്ലേ? അത് എന്നോട് പറയാൻ പാടുണ്ടോ? ആ പരിപാടിക്ക് എന്താ ഞാൻ തിരിച്ചിന് മുന്നിൽ കൂടെ ഞങ്ങൾ പോണേ. ഇതിലെന്നല്ല നമ്മൾ പോയത്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അന്ന് കൊരങ്ങന്മാർക്ക് ഫുഡ് കൊടുക്കാൻ പോലെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂര് പോയി, വയനാട്ടിൽ പോയി. അതൊക്കെ എന്താ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തെന്ത് സംസാരിച്ചാ എന്താ പ്രശ്നം? ജസ്റ്റ് പോരിനൊന്നും കൂടി ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും? ആയിക്കോട്ടെ, ഒരു തെറ്റൊക്കെ എല്ലാരും എത്തും. ഇതൊക്കെ നിങ്ങൾ ഇത്രമാത്രം ഇതാക്കുന്നൊന്നും ഇപ്പൊ നമ്മള് വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ എന്തൊരു സന്തോഷത്തിലായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു മനസ്സിലുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഞങ്ങളോട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഇച്ചൽക്കൊക്കെ പറയുന്നത്. ഓൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓനോട് ഒരു പറയില്ലെങ്കിൽ ഓൻ എന്താ ഇങ്ങോട്ട് പറഞ്ഞാല് ഓൻ എന്താ ഇങ്ങോട്ട് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളെല്ലാം കുറ്റം പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞാണെങ്കിൽ ഓൻ നേരിട്ട് ഞങ്ങളോട് പറയാം. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ നമ്മളെ ഗ്രൂപ്പാണിത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ പറയട്ടോന്ന്. എന്നിട്ട് എന്താ ഓ നല്ലത് മാത്രം പറഞ്ഞു. അപ്പൊ അത് ഞങ്ങളോട് പറഞ്ഞ കണക്കെന്താ? ഞങ്ങളോട് പറഞ്ഞ കണക്കെന്താ? അതിപ്പോ ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോഴല്ലോ ഇജ്ജ് പറയണ്ടേ. ഇജ്ജ് തൽക്കാലം ഈ ലഡു വാങ്ങ്. പിന്നെ നിങ്ങൾ ചെല്ലുമേടിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ കാര്യത്തിനും അതിനെ പറ്റി പൈസന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ആരോട് ഷെയർ ചെയ്യില്ല. വരുമാനം വേണ്ട, നിങ്ങളെ പൈസ ഒന്നും വേണ്ട ഞാൻ പറയും. പക്ഷെ നമ്മളിത് അറിഞ്ഞ കാര്യങ്ങൾ വെറുതെ ഒന്ന് ഷെയർ ചെയ്യാൻ എന്ത് പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും ഇനി വേറെ ആരെങ്കിലും കടക്കുക. ഞാൻ പൈസ ഇല്ലാത്ത ആളല്ലേ. അപ്പൊ എന്തായാലും ഇവൻ മനസ്സിൽ വിചാരിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. സത്യമായിട്ട് പറയാം. ഇനിയിപ്പോൾ എൻ്റെ കുട്ടീനെ തൊട്ട് സത്യം ഞാൻ വെക്കില്ല, എൻ്റെ കുട്ടീനെ തൊട്ട് ഞാൻ സത്യം വെക്കുകയാണ്. ഇവൻ മനസ്സിൽ വിചാരിക്കണം, ഇവൻ പറയണമെന്ന് ഞങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യങ്ങളാട്ടോ. എല്ലാവരും കേട്ടോളി. ഓരോന്ന് പറയുന്നുണ്ട്, അത് ഓന് മനസ്സിലുള്ളത് പറയാം. പക്ഷെ ഞങ്ങളാരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഓൻ പറയുന്നത്. അവിടെ നിന്ന് പറഞ്ഞോട്ടെ ഫ്രണ്ട്സ്. അതൊക്കെ എന്നോട് അത് പ്രാങ്ക് വീഡിയോ ആണ് കുട്ടാ. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയോ? എനിക്ക് തന്നെ തീരെ ഒരു ബോധമില്ല, എനിക്ക് തീരെ ഇതില്ലാത്ത രീതി പറയണേ. അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിവാൻ പാടില്ല. നമ്മളിത് തുടക്കത്തിലുള്ള ആൾക്കാർ ലാസ്റ്റ് വരെ വേണതില്.
ലാസ്റ്റ് വരെ വേണം. ഇജിപ്പോൾ ഇത് ഇങ്ങനെ ചൂടാവാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നമ്മളെ വീഡിയോയിൽ വന്നിട്ടില്ല. നമ്മളെ കുടുംബക്കാരൻ ഇങ്ങനെ ചൂടായി നമ്മളെ വ്യൂവേഴ്സ് എന്താ വിചാരിക്കുക? ഇവരെ കുടുംബത്തിന് തീരെ ഒരു ഒത്തൊരുമില്ല എന്ന് വിചാരിക്കൂലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത്രയും പിന്നെ വിവരം വിദ്യാഭ്യാസമുള്ള ഒരാളായ നിലയിൽ ഇങ്ങനെ എന്നോട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഈ മഴയും കൊണ്ട് വന്നത് പിന്നെ അതന്നെ ഇത് പറഞ്ഞു ഇജെന്തൊന്നും ഉണ്ടാതിക്കണത്. എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞിലേക്ക് കൊറോണ വന്നതിന് ശേഷം കൂടുതൽ സംസാരിക്കുമ്പോഴേക്ക് പിന്നെ ശ്വാസം തിക്കൽ വരികയാണ്. അപ്പം ഇങ്ങനെ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മറന്നിട്ട് ഈ ലഡു വാങ്ങിയാണ്ട് പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. ഈ ഞങ്ങളെ കൂടെ ഉള്ള ആളല്ലേ ആദ്യം മുതലേ. എന്നാ ഞങ്ങൾക്ക് സ്വർണ്ണം എന്തെങ്കിലും വാങ്ങിത്തരാം. അപ്പോൾ 2 റുപ്യ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ലക്ഷത്തിൻ്റെ ആവില്ലേ? ഇജി ഇങ്ങനെയൊന്നും പറയല്ലേ. ഇജി ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല. ഇജി ഒരു ദിവസം എന്താ പറഞ്ഞിരുന്നത്? ഇങ്ങോട്ട് വാ. അല്ല, ഇജി ഒരു ദിവസം എന്താ പറഞ്ഞിരുന്നത്? ഷൈൻ ചേച്ചീനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, ഷൈൻ ചേച്ചിന്റെ അമ്മയ്ക്ക് തുല്യാണ്, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേന്നില്ലേ? അതിന് എന്നോട് ഇല്ലാന്ന് ഇജി വിചാരിക്കല്ലോ കുട്ടാ. എന്നോട് ഇല്ലാതെ നിക്കൂലല്ലോ. ഇജി ഇങ്ങോട്ട് വാ. വിജയ്, ഞങ്ങൾ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളെ മനസ്സിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ ഞങ്ങൾ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിരുന്നല്ലേ. എന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കണം. ഞാൻ തന്നെ എന്നോട് ക്ഷമ ചോദിക്കുകയാണ് ഈ എല്ലാവരും മുന്നിന്നും. പോരെ? എൻ്റെ മനസ്സിലും മനുവിൻ്റെ മനസ്സിലും ഞങ്ങൾ ആരും മനസ്സിലും എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ അതന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇനിയും അങ്ങനെ തന്നെ വിശ്വസിക്കണുള്ളൂ. പക്ഷേ എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കളങ്കമുള്ള സ്ഥിതിക്ക് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുകയാണ്. ഇത്ര പ്രിയ അവസരത്തിലേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് സങ്കടം വരുന്നുണ്ട്. രസമാണ് പരിപാടിക്ക്. എല്ലാരും കൂടി അയ്യേ, എങ്ങോട്ടേക്ക് തിരിച്ചൊരു ഒരു പ്രാങ്ക് കണ്ടപ്പോ ഞാൻ തിരിച്ചൊരു പ്രാങ്ക് കണ്ടതല്ലേ? ഭയങ്കര സങ്കടമായി കേട്ടോ. ഞാനിങ്ങനെ പറയൂ, ഞങ്ങൾ പറഞ്ഞയച്ചതാ ഞാൻ ഒരിക്കലും ഞങ്ങൾ എത്ര ദിവസം പ്ലാൻ ചെയ്യണേ. വേറെ ആർക്കെന്നോട് പറഞ്ഞാലും ഇന്നിങ്ങനെ പറയുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം വന്നതാണ്. മരിച്ചെന്ന് ഞാൻ കുറച്ചേരം കൂടി നിങ്ങൾ ഇന്നെ അടങ്ങാറാക്കിയെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ചെയ്യാം, എനിക്കിനെ കൊണ്ട് ചെയ്യാൻ കഴിയാ. ചെയ്താൽ മതി, ഇജ്ജല്ലേ ചെയ്യണം, ആഘോഷാറാക്കണം പറഞ്ഞിട്ട് ചെയ്താൽ കുറച്ചേരം കൂടി വൈകിച്ചെന്നെങ്കിൽ ഞാൻ മരിച്ചേന്ന്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും സങ്കടമായി, ഒരുപാട് സങ്കടമായി. ഇല്ലല്ല, അത് പ്രാങ്ക് അല്ലേ? ഇതന്നെയാണ് പ്രാങ്ക്. ഇതാണ് ഒറിജിനൽ പ്രാങ്ക്. ഇതേ നമ്മളെ ചാനൽ കിട്ടും, ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ പ്രാങ്കാണ്. ബാംഗ്ലൂർ സന്തോഷത്തിന് ഇവനടക്കം നല്ല പണി കിട്ടും, പണി ഉണ്ട്, മഴയാണ് ഇന്ന് കാണാൻ ഭംഗിയില്ല. ഇപ്പൊ എന്റെ മേക്കപ്പ് ഒക്കെ പോയി. പ്രാങ്ക് ആണെന്ന് ഞങ്ങൾക്ക് അറിയുന്നു. പക്ഷെ സാനേട്ടന്റെ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഒറിജിനൽ ആയിട്ട് പോയോന്ന് വിചാരിച്ചു. ശരി, അപ്പൊ നിങ്ങളെല്ലാരും കൂടി കൂടിക്കാണ്ട് ഇപ്പൊ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു ഇവരെല്ലാരും നോക്കി നിക്കല്ലേ. അപ്പൊ നമുക്ക് അത്രയും ഞാൻ എന്താ കുട്ടനോട് ഞാൻ പറയണ്ടെന്ന് പോലും വിചാരിച്ചു. ആയിക്കോട്ടെ, ഞങ്ങൾ ചായ അടിച്ചിട്ട് വരട്ടെ ഫ്രണ്ട്സ്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരത്തെ ഞങ്ങൾ ഉള്ളിലിരുന്നും കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കാരണം എല്ലാവർക്കും കൂടി എന്നെ തണുപ്പിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടോ. കാരണം ഈ ഒരു കുട്ടനെ ഞാൻ പറഞ്ഞല്ലോ, ഇവനൊക്കെ എന്നോട് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിപ്പോവും. ഏതായാലും ഞാൻ സമ്മതിച്ചു കുട്ടാ. ഇവനെ ഞാൻ അന്ന് പ്രാങ്കിന് ഇത്രമാത്രം വലിയൊരു പണി തരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളെല്ലാവരും അരി കണക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി. ഇവരൊക്കെ ഈ മക്കളും കൂടി ഒരു ഇത് തന്നില്ല. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് മനുവിനാണ്. മനുവിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ ഒറ്റ ഓരോന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ലടാ. അതല്ല മനു ഒരിക്കലും പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
മനു എന്നെ ഫോൺ ചെയ്തിരുന്നു. ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തിനെ പറ്റി മനു ആദ്യം എന്നോട് സംസാരിച്ചിരുന്നു. അതായത് അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇത് സംഭവം. ഏതായാലും ഞാൻ ഇത്രമാത്രം ഇടങ്ങേറായി എന്നുള്ളത് ഇപ്പൊ ഇക്കല്ലേ ഇപ്പൊ അതിനറിയുള്ളൂ. എന്തായാലും വേണ്ടിയില്ല. പിന്നെ ഇതിനൊരു സൂത്രധാരം ഉണ്ടാവുമല്ലോ, കാരണം ഇതിങ്ങനെ ചെയ്യണം നിങ്ങൾ എന്തായാലും 2 ദിവസം മുന്നേ പറഞ്ഞു. സൂത്രധാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഐഡിയ അടുത്ത് പറഞ്ഞു. എടി ഹരിയേ എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ഒരു ചെറിയൊരു പ്രാങ്ക് കൊടുത്താലോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടായ ഒരു ചെറിയൊരു ഐഡിയ ആണ് സംഭവം. അപ്പൊ തന്നെ ഞാൻ മനുവിനെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പൊ മനു വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവന് ആയിക്കോട്ടെ എന്നാൽ എന്നാ സംഭവം നമുക്ക് ഇങ്ങനെ ചെറിയൊരു പ്രാങ്ക് കൊടുക്കാം, ഞാനെന്നാ പറയണമെന്നില്ല പറഞ്ഞിട്ട് അങ്ങനെയാണോ പോകുന്ന സംഭവം. അന്ന് രാത്രി എന്നോട് പറഞ്ഞു, തലേന്ന് രാത്രി അമ്മ ഷൈൻ ചേച്ചി വരുമ്പോ നമുക്കൊരു ഷൈൻ ചേച്ചീനെ ഒന്ന് കരയിപ്പിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചേച്ചി എനിക്കറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ അത് പറഞ്ഞാ മതി. പിന്നെ ഞാൻ അങ്ങനെ വരുമ്പോ നിങ്ങൾ പറഞ്ഞാ മതി. കൊറേ ആണ്ട് പറയുമ്പോ ഷൈൻ ചേച്ചിക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരും. അപ്പൊ വേണ്ട അതിന് ശ്വാസം മുട്ടലാക്കി, ശ്വാസം ഉണ്ടാവല്ലോ ശ്വാസം പോണ് പറഞ്ഞാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന വേണ്ട, അതും എന്റെ കണ്ണിൽ കാണേണ്ടി വരും, വേണ്ട അങ്ങനെയൊന്നും കാട്ടണം. അത് കുറച്ചേരം പറയുമ്പോ അത് മാറിക്കോളും, ശരിയാവും, നമുക്ക് ശരിയാക്കാം അങ്ങനെ പറഞ്ഞാണ്ട്. പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞാ ചിരിക്കോ അതൊന്നും നടക്കൂല. ഓ ചിരിയോ അമ്മ, ഞാനൊക്കെ ഞെട്ടിത്തെറിച്ച് പായാലും അമ്മമാര് ചീത്തയെ പറഞ്ഞു. അല്ല ക്യാമറേന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ ഇവൻ പറഞ്ഞ വേറെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ഇവ എന്തെങ്കിലും റോങ് ആയിട്ട് കാണെങ്കിൽ അപ്പൊ ക്യാമറ ഓഫ് ആക്കലുണ്ട്, ഞങ്ങൾ നിർത്തിയേക്കലുണ്ട്. ഇവന് അത് ഓഫ് ആക്കണില്ല. അപ്പൊ ഞാൻ അതല്ല അല്ല ഓന അറിയുന്നുള്ളു, പക്ഷെ എനിക്കറിയില്ലല്ലോ ഓന അറിയുന്നുള്ളത്. ഞാൻ എന്താ വിചാരിക്കണേ, അവിടെ പിടുത്തം കിട്ടും, എന്താ ഓഫ് ആക്കാത്ത. പിന്നെ എന്റെ മനസ്സിൽ ഞങ്ങൾ ചെറിയ പ്ലാനിങ് ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിക്കണേ എന്താ ഇപ്പൊ ഇവനെ ഓഫ് ആക്കാത്തത്. കാരണം ഞാൻ വിചാരിക്കണേ ഇവന് ലഡു കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം തരാ എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണല്ലോ ഞങ്ങൾ വരുന്നത്. അപ്പൊ ഇവൻ ആ ലഡു വാങ്ങണ ആ ഒരു രംഗം അതെങ്ങനെങ്കിലും കിട്ടിയാൽ മതി എന്നാവും ഓന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ വിചാരിക്കണത്. ബാക്കിയുള്ളതൊക്കെയാണ് കട്ട് ചെയ്ത്, അതായത് ചേച്ചി ഗംഭീരമായിട്ട് ചീത്ത അറിയണതും അഭിനയ ചക്രവർത്തി നമിച്ചു അമ്മോ എന്തേതായാലും എന്നാലും ഞങ്ങൾക്ക് ഞാൻ മധുരല്ല തന്നത്, ഇത്രമാത്രം സങ്കടം ചിക്കി തരണ്ടേന്ന് ഞാന്. അതല്ലടാ അതല്ല കുട്ട, നമ്മളെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു സ്നേഹമുള്ളൊരു കുടുംബാണ്. അതൊക്കെ തകരാനൊരു നിമിഷം മതി. ഞങ്ങളപ്പോ ഇട്ടെറിഞ്ഞ് ഞാൻ ഓടിപ്പോയേക്കാണെങ്കിലോ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ലഡു ഒക്കെ ഇവിടെ വെച്ച് ഞാൻ പോവട്ടെ എന്നുള്ള സത്യമായിട്ട് അങ്ങനെയും വിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു കച്ചറയില്. അതെ ഞാനെന്താരോ മാക്സിമം കച്ചറ ആയിക്കോട്ടെ പ്രശ്നമില്ല, ലാസ്റ്റ് എങ്ങനെയൊക്കെ ഡീലാക്കാന്നുള്ളൊരു. പക്ഷെ എനിക്ക് എന്താ അറിയോ, എനിക്ക് എന്തായാലും നിങ്ങളോട് അന്നോടേക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ കഴിഞ്ഞില്ല. എനിക്ക് അതാണ് എനിക്ക് സങ്കടമാണ് വരുന്നത്. പിന്നെ അവനോട് പറഞ്ഞു പിന്നെ ലാസ്റ്റിക്ക് നിർത്തിക്കളാം, ഞാൻ അങ്ങനെ തോണ്ടിട്ട് നിർത്തിക്കളാം. എന്നിട്ടൊന്നും പിന്നെ നിർത്തണില്ല. പിന്നെ ഞാനും വിചാരിച്ചേ കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ ഞാന് സനട്ടമ്മ സനട്ട എവിടെ ഇത് പിന്നെയും കേറി കത്തി. പക്ഷെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഞാനും ഈ ഒരു കുട്ടനും മാത്രമേ ഉള്ളൂ എന്റെ മുന്നിലേക്ക് ആരും ഇല്ല. അപ്പൊ സത്യം പറഞ്ഞ ഞാനിതൊരു വീഡിയോ എടുക്കുകയാണെന്നോ വ്യൂവേഴ്സ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടോന്നുള്ളതൊന്നും എന്റെ മനസ്സിലില്ല. കുട്ട ഈ എന്നോട് അങ്ങനെയൊക്കെ പറയണത് ഞാനും ഈ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത്. അപ്പൊ ഫ്രണ്ട്സ് എന്തൊക്കെയാ പറയേണ്ട അറിയില്ല. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവാതിരിക്കൂലല്ലോ, എല്ലാം കൂടി ഇന്നിട്ട് പ്രാങ്ക് വീഡിയോ അല്ലേ. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചീരുള്ളി മീഡിയ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ഇന്നൊക്കെ ആരെയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. ബാക്കി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാണ് ഇതിന്റെ സൗണ്ട് കൊണ്ട്. ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി വരും കേട്ടോ. എനിക്കിനി സങ്കടപ്പെടാൻ വയ്യ, അത്രമാത്രം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. കുട്ടാ ഐ ലവ് യു. അപ്പോൾ ഫ്രണ്ട്സ് വല്യമ്മ വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം വരുന്നുണ്ട്. നമുക്ക് ആളെ ഇതാക്കാം. ഞങ്ങൾ കിട്ടുന്നത്